നിങ്ങളോട് ഒരു ചോദ്യം. സ്വപ്നതുല്യമായ ഒരു മുഴുവൻ ദിവസം നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ എന്തു ചെയ്യും? ഇതിൻ്റെ ഉത്തരം നിങ്ങളിപ്പോൾ എന്നോട് പറയണ്ട. അതിനു മുന്നേ നിങ്ങളോട് ഒരു കാര്യം പറയാം. ഒരു കഥയാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സൗന്ദര്യം തുളുമ്പി നിൽക്കുന്ന ഒരു വസന്തകാലം. മാനം മുട്ട വളർന്നു നിൽക്കുന്ന സൈപ്രസ് മരങ്ങൾ പോലും വീണ്ടും വളരുകയാണ്. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ചോദ്യങ്ങൾ ചോദിക്കാനും സംശയിക്കാനുമുള്ള ദിവസമല്ല, മറിച്ച് ആഘോഷിക്കാനുള്ളതാണ്. മതിമറന്ന് ആഘോഷിക്കാൻ. ഇന്നത്തെ ഈ ദിവസമുണ്ടല്ലോ, വറ്റാത്ത സ്നേഹമാണ്, ആഘോഷത്തിൻ്റെ സംഗീതമാണ്, മാന്യതയുടെ അവസാന വാക്കാണ്. എന്താണ് പറയുക, വാക്കുകൾക്കും വിവരിക്കുന്നതിനും അതീതമാണ്. കലണ്ടറിൽ തിരഞ്ഞാൽ ഈ ദിവസത്തെ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. കാരണം ഇന്നിൻ്റെ ബോധമാണ്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ മനസ്സാണ് ഈ ദിവസം. അതായത് ചുരുക്കി പറഞ്ഞാൽ അനുഭവിച്ചറിയുക തന്നെ വേണം. അവിടെ സൈപ്രസ് മരങ്ങൾക്ക് കീഴെ തുളുമ്പുന്ന വീഞ്ഞു ഗ്ലാസുമായി നാം ആഘോഷിക്കാൻ പോവുകയാണ്. മറ്റൊരു ലോകത്തിലേക്ക് നാം വഴുതി വീഴുകയാണ്. നാം നുകരുന്ന വീഞ്ഞു നമ്മുടെ ചുണ്ടുകളും വായകളും തൊണ്ടകളും നനയ്ക്കാതെ വയറ്റിലെത്തുകയാണ്. ലോകോത്തര ഗായകന്മാരുടെ അതിമനോഹര സംഗീത വിരുന്നുണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ പരസ്പരം പറയുകയാണ്. അങ്ങനെ ആർക്കും ഇതുവരെ കാണാൻ പറ്റാത്ത ആ വസന്തകാല ദിനത്തിൽ അല്പം നിരാശയോടെ തന്നെ വീഞ്ഞു കുടിക്കാൻ ഗ്ലാസ്സിൽ ചുണ്ടുമുട്ടിച്ച് നമ്മൾ ഒരുമിച്ച് പറഞ്ഞു, എൻ്റെ ജീവിതം എൻ്റേതല്ല, എൻ്റെ ജീവിതം എൻ്റേതല്ല. പുറത്ത് മനോഹരിയായി പ്രകൃതി ജീവിക്കുകയും മരിക്കുകയും ചെയ്യുകയാണ്. ചോദ്യങ്ങളും സംശയങ്ങളും ദൂരെ മാറി നിൽക്കുന്ന ആഘോഷത്തിൻ്റേത് മാത്രമായ ഈ ദിവസത്തിൽ ഞാൻ നിരാശയോട് ചോദിച്ചു, ഞാനിവിടെ സുരക്ഷിതനാണോ? മറ്റുള്ളവർക്കുള്ളത് ആഗ്രഹിക്കുന്നത് നീ ഉപേക്ഷിക്കുക. അതാണ് നിന്റെ സുരക്ഷിതത്തിലേക്കുള്ള വഴി. ദിവസം മറുപടി പറഞ്ഞു. ചിലരുടെ വാക്കുകളും ചിന്തകളും വീഞ്ഞു കിട്ടാതെ വരണ്ട് കിടക്കുന്ന തൊണ്ടയിൽ മരിച്ചു വീഴാൻ തുടങ്ങിയിരിക്കുന്നു. ഇവർക്കൊന്നും വേണ്ടിയുള്ളതല്ല ഈ മനോഹര ദിവസം. ഈ പ്രപഞ്ചത്തിൽ ആർക്കും ഒരിക്കലും കിട്ടാത്ത എല്ലാവരും കൊതിക്കുന്ന ഈ മനോഹര ദിവസം അവരുടെ കണ്ണിൽ നിന്നും ദൂരേക്ക് മാഞ്ഞു പോകുന്നു. വിശ്വപ്രസിദ്ധ ഫിലോസഫറും കവിയുമായ റൂമിയുടെ ഒരു പോയമാണ് ഞാൻ പറഞ്ഞപ്പോൾ വൃത്തികേടാക്കിയത്. അതാണ് നിങ്ങൾ കേട്ടത്. അപ്പോൾ നമുക്കിനി ചുണ്ടിലൂടെ വീണ്ടും നുകർന്ന് പാടിത്തുടങ്ങിയാലോ? അതെ, സൈപ്രസ് മരങ്ങളുടെ കീഴിൽ നിന്ന് വസന്തത്തെ ആഘോഷിക്കാം. ഈ ദിവസത്തെ പുണരാം. ഹായ് ഫ്രണ്ട്സ്, സ്വപ്നതുല്യമായ ഈ ദിവസം നിങ്ങളെങ്ങനെ ആഘോഷിക്കാൻ പോകുന്നു? കമൻറ്റ് പ്ലീസ്. അടുത്ത വീഡിയോയിൽ കാണാം സുഹൃത്തുക്കളെ. ബൈ ബൈ.